സംസ്ഥാനത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ദിവസത്തിലേക്ക്. പരസ്യപ്രചാരണം കൊട്ടിക്കലാശത്തോടെ നാളെ വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളിലൂന്നിയായിരുന്നു പ്രധാനമായും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. വെള്ളിയാഴ്ച കേരളം പോളിംഗ് ബൂത്തിലെത്തും. 2 മാസം മുമ്പ് ആരംഭിച്ച സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നാളെ വൈകുന്നേരം 6 മണിക്ക് കൊട്ടിക്കലാശത്തോടെ അവസാനിക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പേ തന്നെ 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് LDF നേടിയ മേൽക്കൈ ഇപ്പോഴും തുടരുകയാണ്. മോദി സർക്കാരിന്റെ തീവ്രവർഗീയ നിലപാടുകളും രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള പൗരത്വ നിയമ ഭേദഗതിയും തുറന്നുകാട്ടിയായിരുന്നു LDF പ്രചാരണം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കൾ ഇത് പ്രധാന പ്രചാരണ വിഷയമാക്കി. ഒപ്പം ഈ വിഷയങ്ങളിലെ കോൺഗ്രസിന്റെ BJP അനുകൂല നിലപാടുകളും ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നുകാട്ടി. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മോദിയുടെ വർഗീയ വിദ്വേഷ പ്രചാരണത്തിനെതിരെ മുഖ്യമന്ത്രി നിലപാട് കടുപ്പിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ അനിശ്ചിതത്വം ആയിരുന്നു ആദ്യഘട്ടങ്ങളിലെ UDFന്റെ പ്രതിസന്ധി. പ്രചാരണമാകട്ടെ നിർണായക ദേശീയ വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി മുഖ്യമന്ത്രിയിലേക്കും സംസ്ഥാന സർക്കാരിലേക്കും മാത്രം ഒതുക്കി. ദേശീയ നേതാവ് കൂടിയായ വയനാട് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം BJPക്ക് ആയുധം നൽകുന്നതായിരുന്നു. ദേശീയ തലത്തിൽ നരേന്ദ്രമോദി തന്നെ ഇത് പ്രചാരണായുധമാക്കി. KK ശൈലജ ടീച്ചർക്കെതിരെ സമാനതകളില്ലാത്ത സൈബർ ആക്രമണവും UDF ഭാഗത്തുനിന്ന് ഉണ്ടായി. സംസ്ഥാന പദ്ധതികളെ പോലും തങ്ങളുടേതാക്കി മാറ്റിയായിരുന്നു മോദിയെ മാത്രം കേന്ദ്രീകരിച്ചുള്ള NDA പ്രചാരണം. പ്രചാരണങ്ങളിലെ പണക്കൊഴുപ്പ് പ്രകടമായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ നരേന്ദ്രമോദി പ്രചാരണത്തിന് എത്തിയെങ്കിലും അമിത്ഷായുടെ വരവ് റദ്ദാക്കിയത് NDA ക്യാമ്പിന് തിരിച്ചടിയായി. പരസ്യപ്രചാരണം അവസാനിക്കാൻ 1 ദിവസം മാത്രം ബാക്കിയിരിക്കെ മണ്ഡലങ്ങളിലുടനീളം റോഡ് ഷോകളുമായി അവസാന മണിക്കൂറിലെ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് 3 മുന്നണികളും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.